അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ 9ാം ക്ലാസ്സിൻ്റെ ഒന്നാമത്തെ ചാപ്റ്ററായ പെയേഴ്സ് ഓഫ് ഇക്വേഷൻ സമവാക്യ ജോഡികളിലെ 10ാമത്തെ പേജിലെ ഈ 5 ചോദ്യങ്ങളാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ തന്നിരിക്കുന്നതാണ് ഒന്നാമത്തെ ചോദ്യം. ഓക്കെയാണ്. എന്താ ചോദ്യം? പ്രിയ ബോട്ട് എ ബാഗ്. ഒരു ബാഗും മേടിച്ചു പ്രിയ, അതോടൊപ്പം ഒരു ജോഡി സ്ലിപ്പറും മേടിച്ചു. എത്ര രൂപയ്ക്കാണ് മേടിച്ചത്? 1100 രൂപയ്ക്ക് മേടിച്ചു. അതോടൊപ്പം മെയിൻ വരി നോക്കുക. ദ ബാഗ് കോസ്റ്റ് 300 റുപ്പീസ് മോർ ദാൻ ദ സ്ലിപ്പർ. കണ്ടോ, സ്ലിപ്പറിനെയും കാട്ടിയും എന്തിന്? ബാഗിന് 300 രൂപ കൂടുതലാണ്. അതാണ്ട് ഇവിടെ വായിച്ചു നോക്കണം മലയാളം, അല്ലെങ്കിൽ ബാഗിന് ചെരുപ്പിനേക്കാൾ 300 രൂപ എന്താണ് മക്കളെ? കൂടുതലാണ്. പ്രൈസ് ഓഫ് എ ബാഗ്, ബാഗിൻ്റെ വില എന്ത്? പ്രൈസ് ഓഫ് എ പെയർ ഓഫ് സ്ലിപ്പർ, സ്ലിപ്പറിൻ്റെ വില എന്ത്? അത് തന്നെയാണ് നമ്മൾ കണ്ടുപിടിക്കാനുള്ളത്. അപ്പം നമ്മൾ ഊഹിക്കുന്നു സ്ലിപ്പറിൻ്റെ വില ഇവിടെ കുറവായതുകൊണ്ട് സ്ലിപ്പറിൻ്റെ വില എനിക്ക് അറിഞ്ഞുകൂടാ, എക്സ് എന്നെടുത്തു. പക്ഷേ ബാഗിൻ്റെ വില എനിക്കറിയാം, സ്ലിപ്പറിൻ്റെ വിലയായ എക്സിൻ്റെ കൂടെ 300 കൂട്ടുന്നതാണ്. അപ്പോൾ ഇത് എക്സ് ആണെങ്കിൽ ഇത് എക്സ് പ്ലസ് 300 സെറ്റാണ്. ഇനി എന്താണ് മനസ്സിലാക്കുക നോക്കുക. ഒരു ബാഗും അതോടൊപ്പം ബാഗിൻ്റെ വില അല്ല, എക്സ് എന്ന് ഉദ്ദേശിച്ചത് സ്ലിപ്പറിൻ്റെ അല്ല, സ്ലിപ്പറിൻ്റെ വിലയുടെ കൂടെ ബാഗിൻ്റെ വില കൂട്ടിയാൽ നിങ്ങൾക്കറിയാം ഇത് രണ്ടും കൂടെ മേടിച്ചത് എത്ര രൂപയ്ക്ക്? അതാ ഇവിടെ ഉണ്ട്, 1100 രൂപയ്ക്ക്. അപ്പോൾ എക്സ് പ്ലസ് എക്സ് പ്ലസ് 300 സമം. കണ്ട, ഒരു സ്ലിപ്പറും ഒരു ജോഡി സ്ലിപ്പറും ഒരു ബാഗും മേടിച്ചെത്ര? 1100. ഓക്കെയാണ്. ഇത് എത്ര എക്സ് എന്ന് ചോദിച്ചാൽ ഇത് ഒരു എക്സ്, ഇത് എത്ര എക്സ് എന്ന് വെച്ചാൽ ഇത് ഒരു എക്സ്. ഒരു എക്സ് കൂട്ടിയാൽ നിങ്ങൾക്ക് പറയാൻ പറ്റും എന്താണ് അടുത്ത വരിയിൽ? 2x പ്ലസ് 300 സമയം എത്ര? 1100. ഇനി 300 ഇപ്പുറത്തോട്ട് പോയാൽ എന്ത് സംഭവിക്കും നിങ്ങൾക്കറിയാം? 2x സമം എന്തെന്ന് വരും? 1100 എന്ന് കുറയ്ക്കണം എന്ത്? 300. അവിടെ നിന്ന് നമുക്ക് എഴുതാം 2x എന്ന് പറഞ്ഞാൽ എന്ത് വരും? 800. അവിടെ നിന്ന് എക്സ് എന്ന് പറഞ്ഞാൽ എന്ത് വരും? 800ൻ്റെ പകുതി. 800ൻ്റെ പകുതി എന്ന് പറയുമ്പോൾ എക്സ് എത്ര വരും മക്കളെ? എക്സ് എന്ന് പറഞ്ഞാൽ 400 എന്ന ഉത്തരം കിട്ടും. എന്തോ മക്കളെ, എക്സ് 400 കിട്ടിയില്ല. 800ൻ്റെ പകുതി എന്ന് വെച്ചാൽ 400. അപ്പോൾ എക്സ് എന്ന് ഉദ്ദേശിച്ചത് ആരാന്ന് നിങ്ങൾക്ക് അറിയാം. സ്ലിപ്പറിൻ്റെ വില എത്ര എന്ന് കിട്ടി? 400. സംശയമൊന്നുമില്ല, സ്ലിപ്പറിൻ്റെ വിലയായിരുന്നു എക്സ്. അപ്പോൾ അവിടെ ഞാൻ 400 എന്ന് എഴുതി. ബാഗിൻ്റെ വില എന്ന് പറഞ്ഞാൽ എന്തുവാണ്? ബാഗിൻ്റെ വില എന്ന് വെച്ചാൽ സ്ലിപ്പറിൻ്റെ വിലയായ 400ൻ്റെ കൂടെ എന്തും കൂടെ കൂട്ടുന്നതാണ്? 300 കൂട്ടുന്നതല്ലോ. എന്ന് പറയുമ്പോൾ ബാഗിൻ്റെ വില എത്ര? 700 രൂപയല്ലേ. അതോടൊപ്പം സ്ലിപ്പറിൻ്റെ വില എത്ര? 400 രൂപയല്ലേ. അപ്പോൾ ഇതല്ലയോ കണ്ടുപിടിക്കാൻ പറഞ്ഞത്. അപ്പോൾ ഇതായിരുന്നു കണ്ടുപിടിക്കാനുള്ളത്. ഇത്ര മാത്രമേ ഉള്ളൂ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ. അപ്പോൾ തന്നിരിക്കുന്നതാണ് രണ്ടാമത്തെ ചോദ്യം. നോക്കുക. ദ പെരിമീറ്റർ ഓഫ് എ റെക്റ്റാങ്കിൾ ഈസ് 40 എന്നാണ് പറഞ്ഞത്. കണ്ടോ, ഒരു റെക്റ്റാങ്കിൾ, അതാ നിങ്ങൾക്ക് പടത്തിൽ ഒരു റെക്റ്റാങ്കിൾ അല്ലെങ്കിൽ ചതുരം കാണാം. ഈ ചതുരത്തിൻ്റെ ചുറ്റളവാണ് മക്കളെ എത്ര തന്നേക്കുന്നത്? ചുറ്റളവാണ് 40 സെൻറ്റിമീറ്റർ തന്നേക്കുന്നത്. അതോടൊപ്പം നോക്കടാ, ഈ വരി ശ്രദ്ധിക്കുക. വൺ സൈഡ് ഈസ് 8 സെൻറ്റിമീറ്റർ ലോങ്ങർ ദാൻ ദ അതർ. ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു വശം മറ്റേ വശത്തേക്കാൾ 8 സെൻറ്റിമീറ്റർ കൂടുതലാണ്. ഈ നീളം ചെറുതല്ലയോ, അത് എക്സ് ആണെങ്കിൽ മറ്റത് എത്രയായിരിക്കും? 8 സെൻറ്റിമീറ്റർ കൂടുതലായിരിക്കും. എക്സ് പ്ലസ് 8 എന്ന് എഴുതാൻ പറ്റും. നമ്മൾ പണ്ടേ പഠിച്ചു വെച്ചിട്ടുണ്ട് പെരിമീറ്റർ ഓഫ് എ റെക്റ്റാങ്കിൾ അല്ലെങ്കിൽ ചതുരത്തിൻ്റെ ചുറ്റളവ് കണ്ടുപിടിക്കുന്ന സമവാക്യം എന്താണ്? 2 × L + B. L എന്ന് ഉദ്ദേശിക്കുന്നുണ്ട് ഇതാണല്ലോ നീളം എന്ന് പറയും. ഇതാണല്ലോ വീതി എന്ന് പറയുന്നുണ്ട്. ഇതാണ് വീതി, ഇതാണ് നീളം, നിങ്ങൾക്കറിയാം. അപ്പോൾ ഇതാണ് L എന്ന് പറയുന്നത്, ഇത് വീതി എന്ന് പറയുന്നത്. അപ്പോൾ ഈ എല്ലും ബിയും കൂടെ കൂട്ടി 2 കൊണ്ട് ഗുണിക്കുമ്പോൾ കിട്ടുന്നതാണ് എന്ത്? പെരിമീറ്റർ ഓഫ് എ റെക്റ്റാങ്കിൾ അല്ലെങ്കിൽ ചതുരത്തിൻ്റെ ചുറ്റളവ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ചതുരത്തിൻ്റെ ചുറ്റളവ് എത്രയാണെന്ന് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട്? 40 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിതാ ഇങ്ങനെ എഴുതാം, 2 × L + B. 2 × L + B എന്ന് പറഞ്ഞാൽ എത്രയാണ്? 40 എന്ന് എഴുതി വയ്ക്കാൻ പറ്റും. അല്ലെങ്കിൽ ഇവിടെ നിന്ന് L + B എത്രയാണെന്ന് ചോദിച്ചാൽ ഈ 2 ഇങ്ങോട്ടേക്ക് വരുമ്പോൾ എന്ത് വരും? 40/2 എന്നാവും. അല്ലെങ്കിൽ L + B എന്ന് പറഞ്ഞാൽ എത്രയാണ്? 20 ആണ്. ഓക്കെയാണ്. നീളവും വീതിയും കൂടെ കൂട്ടി 20 എന്ന ഉത്തരം കിട്ടും. ഇനി നീളം എത്ര? ക്വസ്റ്റ്യനിൽ നിന്ന് നമ്മൾ ആ വരി വെച്ചിട്ട് എഴുതിയിട്ടുണ്ട്. എക്സ് പ്ലസ് 8 ആയി. വീതി എക്സ് ആണെങ്കിൽ 8 കൂടുതലാണെന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടല്ലേ. വൺ സൈഡ് ഈസ് 8 സെൻറ്റിമീറ്റർ ലോങ്ങർ ദാൻ ദ അതർ എന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഒരു സൈഡ് എക്സ് ആണെങ്കിൽ മറ്റേ സൈഡ് എക്സ് പ്ലസ് 8 ആണ്. അപ്പോൾ ഈ നീളത്തിന് പകരം എല്ലിന് പകരം ഞാൻ എടുക്കുന്നു എക്സ് പ്ലസ് 8 പ്ലസ് വീതിക്ക് എന്തെന്ന് എടുക്കുന്നു? എക്സ് ഈസ് ഈക്വൽ ടു എന്തെന്ന് എഴുതാം? 20. ഇത് നോക്കി, ഇതൊരു എക്സ്, ഇതും ഒരു എക്സ്. മൊത്തത്തിൽ എത്ര എക്സ്? 2x. അപ്പോൾ 2x + 8 എന്ന് പറയുന്നത് എന്ത് കിട്ടും? 20 എന്ന് കിട്ടും. ബാക്കി ഇങ്ങോട്ടേക്ക് എഴുതുകയാണ്. അപ്പോൾ പറ 2x എന്ന് പറഞ്ഞാൽ എത്ര വരും? 20 - 8. അതെവിടെ നിന്ന് നോക്കടാ, ഈ +8 പുറത്തോട്ട് വന്നപ്പോൾ എന്തുമായി? -8 ആയി. അപ്പോൾ അവിടെ നിന്ന് 2x സമയം എന്തെന്ന് വരും? 12.
അപ്പോൾ അവിടെ എക്സ് എത്ര എന്ന് വരും? 12/2 എന്ന് പറയുമ്പോൾ എക്സ് എത്ര? 6 എന്ന അളവ് വരും. എന്ന് പറയുമ്പോൾ ഇവിടെ എത്ര? 6നോട് 8 കൂട്ടി പറഞ്ഞാൽ 14 സെൻറ്റിമീറ്റർ ആണ് വീതി. അപ്പോൾ നമ്മളോട് ചോദിച്ചിരുന്നത് വശങ്ങളുടെ നീളം കണക്കാക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്കറിയാം ലെങ്ത് എന്ന് പറയുന്നത്, ഈ ഒരു ചതുരത്തിൻ്റെ നീളം എന്ന് പറയുന്നത് 14 സെൻറ്റിമീറ്ററും അതോടൊപ്പം ഈ ചതുരത്തിൻ്റെ വീതി എന്ന് പറയുന്നത്, ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് എത്ര വരും? 6 സെൻറ്റിമീറ്റർ. അപ്പോൾ ഇതാണ് നമ്മളിവിടെ കണ്ടുപിടിക്കാൻ പറഞ്ഞിരുന്നത്. അപ്പോൾ തന്നിരിക്കുന്നതാണ് മൂന്നാമത്തെ ചോദ്യം. നോക്ക്, സം ഓഫ് 2 നമ്പേഴ്സ് ഈസ് 26. ഏതോ 2 സംഖ്യ അത് കൂട്ടിയാൽ 26 ആൻഡ് ദെയർ ഡിഫറൻസ്, അതിൻ്റെ വ്യത്യാസം 4. അപ്പോൾ സംഖ്യകൾ ഏതൊക്കെയെന്നാണ് ക്വസ്റ്റ്യന് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നോക്കിയോ, അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, നമുക്ക് അറിഞ്ഞുകൂടാ സംഖ്യകൾ, അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ എടുക്കും, ലെറ്റ് ദ നമ്പേഴ്സ് ബി. നമുക്കറിയാൻ വയ്യാത്ത സംഖ്യകളെ, ആ സംഖ്യകളെ നമ്മൾ ലെറ്റ് ദ നമ്പേഴ്സ് ബി, നമുക്കറിയാത്ത സംഖ്യ എക്സ് എന്നും വൈ എന്നും എടുക്കും. എന്തുകൊണ്ടാണ് പറഞ്ഞേക്കണ്ടേ? 2 സംഖ്യകളുടെ തുക എന്ന് പറഞ്ഞാൽ ഏതോ 2 സംഖ്യ, അപ്പോൾ എക്സും വൈയും. അതിൻ്റെ തുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം ഈ എക്സും വൈയും കൂടെ കൂട്ടിയാൽ എത്ര? 26. ഓക്കെയാണ്. അതോടൊപ്പം വ്യത്യാസം 4 മീൻസ് കുറയ്ക്കണം. ഈ 2 സംഖ്യയും കൂടെ കുറച്ചാൽ എത്ര? 4. കണ്ടോ? അപ്പോൾ ഇത്രയും നമ്മുടെ ക്വസ്റ്റിന് തന്നിട്ടുണ്ട്. കണ്ടല്ലോ, നമ്മുടെ ക്വസ്റ്റിനിൽ നമുക്ക് കിട്ടിയ ഭാഗം നോക്കുക. 2 സംഖ്യ കൂട്ടിയാൽ 26, 2 സംഖ്യ കുറച്ചാൽ 4. ഇങ്ങനെയാണ് ക്വസ്റ്റിനിൽ നിന്ന് നമുക്ക് കിട്ടുന്നതെങ്കിൽ, ഇതുപോലെ ക്വസ്റ്റിനിൽ നിന്ന് നമുക്ക് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ അടുത്ത വരി പഠിച്ചു വെച്ചേക്കണം. എക്സ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചാൽ ആ 26ഉം 4ഉം കൂടെ കൂട്ടണം, 2 കൊണ്ട് ഹരിക്കണം. എന്ന് പറയുമ്പോൾ 26 4 കൂട്ടിയ 30, 30ൻ്റെ പകുതി ആയിരിക്കും 15 ആയിരിക്കും എക്സ്. അപ്പോൾ ഒരു അളവ്, ഒരു സംഖ്യ ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? 15. ഒരു സംഖ്യ ആരാ? 15. ഇനി അതോടൊപ്പം വൈ ആണ് കണ്ടുപിടിക്കാൻ ചോദിച്ചതെങ്കിൽ നിങ്ങൾക്ക് എളുപ്പമാണ്. എക്സും വൈയും കൂടെ കൂട്ടി 26. അപ്പോൾ വൈ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ 26ൽ നിന്ന് എന്ത് കുറയ്ക്കണം? 15 കുറയ്ക്കണം. എന്ന് പറയുമ്പോൾ 11. അപ്പോൾ മറ്റേ സംഖ്യ ആരാ? വൈ ആരാ? 11. അപ്പോൾ നമ്മുടെ സംഖ്യകൾ ഏതൊക്കെയാണ്? 15ഉം 11ഉമാണ് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ. അപ്പോൾ തന്നിരിക്കുന്നതാണ് അടുത്ത ചോദ്യം നോക്കട്ടെ. എ വയർ 3.5 മീറ്റർ ലോങ്. ഒരു വയർ ഉണ്ട്, ആ വയറിന് 3.5 മീറ്റർ നീളമുണ്ട്. ഈസ് ടു ബി കട്ട് ഇൻ ടു 2 പീസസ്. അതിനെ 2 കഷ്ണമാക്കി ഒരു പീസ് ഉപയോഗിച്ചുകൊണ്ട് സ്ക്വയർ നിർമ്മിച്ചു, അടുത്ത പീസ് വെച്ചുകൊണ്ട് ഇക്വലാറ്റർ ട്രയാങ്കിൾ ഉണ്ടാക്കി. അങ്ങനെയാണെങ്കിൽ എവിടെ വെച്ച് മുറിക്കണം എന്നാണ് ക്വസ്റ്റ്യൻ. ഈ 3.5 മീറ്ററിനെ നമ്മുടെ കണക്ക് ചെയ്യേണ്ട എളുപ്പത്തിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? 3.5 നമുക്ക് ഇങ്ങനെ എഴുതി കൂടെ 3.5 മീറ്റർ എന്ന് എഴുതും. കണ്ടോ, ഇവിടെ ദശാംശമുള്ളൊരു സംഖ്യ, അതുകൊണ്ട് കണക്ക് ചെയ്യേണ്ട എളുപ്പത്തിന് വേണ്ടി ആ പോയിന്റ് ഇല്ലാതാക്കി പറയാനൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ 35/10 എന്നല്ല നമ്മൾ എഴുതാൻ പോകുന്നത്. മീറ്ററിനെ നമ്മൾ സെൻറ്റിമീറ്റർ ആക്കും. അപ്പോൾ മനസ്സിലാക്കുക, 3.5 മീറ്റർ എന്ന് പറഞ്ഞാൽ 350 സെൻറ്റിമീറ്റർ ആയിട്ട് മാറും. അപ്പോൾ മനസ്സിലാക്കുക, 3.5 മീറ്ററിൻ്റെ കൂടെ 100 ഗുണിച്ചാൽ മതി, അതെന്തായിട്ട് മാറും? 350 സെൻറ്റിമീറ്റർ ആയിട്ട് മാറും. കാരണം ഇത് സെൻറ്റിമീറ്ററിലും ഇവിടെ കിട്ടിയിരിക്കുന്ന മീറ്റർ. അപ്പോൾ മീറ്ററിനെ സെൻറ്റിമീറ്റർ ആക്കാൻ എന്തുകൊണ്ട് ഗുണിക്കണം? 100 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ സിമ്പിളായി മനസ്സിലായി. 3.5 മീറ്റർ എത്രയാണ്? 350 സെൻറ്റിമീറ്റർ. അപ്പോൾ ഈ 350 സെൻറ്റിമീറ്റർ നീളമുള്ള എന്തുണ്ടായിരുന്നു മക്കളെ? ഏതാ? വയർ ഉണ്ടായിരുന്നു. ഈ വയറിനെ നമ്മൾ മുറിക്കുകയാണ്, മുറിച്ചിട്ട് സ്ക്വയറും ഉണ്ടാക്കുന്നു, പിന്നെന്തുണ്ടാക്കുന്നു? ഇക്വലാറ്റർ ട്രയാങ്കിളും. അപ്പോൾ ഈ ഒരു വയർ ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന എന്തൊക്കെയാണ് നിങ്ങൾ ചിന്തിക്കണം. ഒരു സ്ക്വയറും ഉണ്ടാക്കുന്നുണ്ട്, അതോടൊപ്പം ഇക്വലാറ്റർ ട്രയാങ്കിളും ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഈ 2 സാധനങ്ങളാണ് നമ്മൾ ഈ കയർ ഉപയോഗിച്ച് അല്ലെങ്കിൽ ഈ വയർ ഉപയോഗിച്ച് ചെയ്യുന്നത്. വയറിൻ്റെ നീളം 350 സെൻറ്റിമീറ്റർ ആണെന്ന് മനസ്സിലാക്കാം. ഇനി ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടൊരു കാര്യം നോക്കുക. ദ ലെങ്ത് ഓഫ് ദ സൈഡ്സ് ഓഫ് ബോത്ത് മസ്റ്റ് ബി ദ സെയിം എന്ന് ഉദ്ദേശിച്ച ആരെയാണ്? 2ൻ്റെയും വശങ്ങൾക്ക് ഒരേ നീളമായിരിക്കണം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചാൽ ഈ സ്ക്വയറിൻ്റെ വശങ്ങളും ഈ സമഭുജ ത്രികോണം എന്ന് വെച്ചാൽ എല്ലാ സൈഡും ഈക്വലാ. സ്ക്വയറിൻ്റെ പ്രത്യേകത അല്ലെങ്കിൽ ചതുരത്തിൻ്റെ പ്രത്യേകത എന്താ? സമചതുരത്തിൻ്റെ എല്ലാ സൈഡും ഈക്വൽ. അപ്പോൾ ഈ രണ്ടിൻ്റെയും എന്താണ്? വശങ്ങൾ തുല്യമായിരിക്കണം. അപ്പോൾ ഇതിൻ്റെ നീളം എക്സ് സെൻറ്റിമീറ്റർ. നമുക്ക് അറിഞ്ഞൂടല്ലേ ഈ സ്ക്വയറിൻ്റെ സൈഡ് എന്തുവാണ്? എക്സുകളാണെങ്കിൽ ആരുടെയും എക്സ് തന്നെയാണ്? ഇക്വലാറ്റർ ട്രയാങ്കിൾ സമഭുജ ത്രികോണത്തിൻ്റെ എക്സ് ആണ്. അപ്പോൾ ഇതും എക്സ് തന്നെ, ഇതും എക്സ് ആണ്. അത് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്, മസ്റ്റ് ബി ദ സെയിം അല്ലെങ്കിൽ നീളമായിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലായി ഇവിടെ ഒരു 3x ഉണ്ട് അല്ല, 4x ഉണ്ട്. അപ്പോൾ സ്ക്വയറിൻ്റെ വശം 4x അല്ലേ? 4x ആരിൽ നിന്ന് മുറിച്ചത്? ഈ വയറിൽ നിന്ന് മുറിച്ചല്ലോ.
പ്ലസ് നമ്മൾ ഇക്വലാറ്റർ ട്രയാങ്കിൾ ഉണ്ടാക്കിയ വശമായ 3x അതും ആരിൽ നിന്ന് മുറിച്ച് തന്നെ ആ ഒരു വയറിൽ നിന്ന് മുറിച്ചു. അപ്പോൾ ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ എത്ര കിട്ടും? 7x. ഈ 7x എന്ന് പറയുന്നത് മൊത്തത്തിലുള്ള വയറല്ലയോ, അപ്പോൾ 7x സമം 350. അപ്പോൾ x എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും നിങ്ങൾക്കറിയാം? 350 ഡിവൈഡഡ് ബൈ 7. ദെയർഫോർ x എന്ന് പറയുന്നത് എത്ര വരും? 50 സെൻറ്റിമീറ്റർ ഒന്നും വേണ്ട, 50. അപ്പോൾ എക്സിൻ്റെ അളവ് 50 മീൻസ് നിങ്ങൾക്ക് മനസ്സിലായി സ്ക്വയറിൻ്റെ ഒരു സൈഡ് എത്ര? 50. അല്ലെങ്കിൽ ഈ ഒരു ഇക്വലാറ്റർ ട്രയാങ്കിൾ ഒരു സൈഡ് എത്ര? 50. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എങ്ങനെ മുറിക്കണം. നിങ്ങൾ ചിന്തിച്ച് നോക്കുക, ഒരു വയറുണ്ടായിരുന്നു. ഈ വയറിൻ്റെ മൊത്തത്തിലുള്ള നീളം 350 സെൻറ്റിമീറ്റർ ആയിരുന്നു. ഈ സ്ക്വയർ ഉണ്ടാക്കണമെങ്കിൽ നിങ്ങൾക്കറിയാം എത്ര വേണം? 50 സെൻറ്റിമീറ്റർ ഒരെണ്ണം ഇൻറ്റു 4 ചെയ്യണം. അപ്പോൾ എത്ര വരും? 200. അപ്പോൾ 200 സെൻറ്റിമീറ്റർ നീളം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്തുണ്ടാക്കിയെടുക്കാൻ പറ്റും? സ്ക്വയർ. ബാക്കി എത്രയും കൂടെ ഉണ്ട്? 150 സെൻറ്റിമീറ്റർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്തുണ്ടാക്കിയെടുക്കാം? ഇക്വലാറ്റർ ട്രയാങ്കിളും ഉണ്ടാക്കി എടുക്കാം. അപ്പോൾ എവിടെ വെച്ചാണ് മുറിക്കേണ്ടതെന്ന് ചോദിച്ചാൽ 200 സെൻറ്റിമീറ്ററിൽ വെച്ച് മുറിക്കണം. അപ്പോൾ ആദ്യത്തെ സ്ക്വയർ കിട്ടും. ബാക്കി കഷ്ണത്തിൽ എന്തുണ്ടാക്കിയെടുക്കാൻ പറ്റും? ഇക്വലാറ്റർ ട്രയാങ്കിൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇപ്പോൾ തന്നിരിക്കുന്നതാണ് അടുത്ത ചോദ്യം. ഇൻ എ ക്ലാസ്, ഒരു ക്ലാസ്സിൽ there are 4 more girls than boys എന്നാണ് പറഞ്ഞേക്കുന്നത്. എന്താണ്? ഒരു ക്ലാസ്സിൽ ആൺകുട്ടികളെക്കാൾ 4 പെൺകുട്ടികൾ എന്താണ്? കൂടുതലാണ്. അപ്പോൾ ആ ഒരു വരിയിൽ നിന്ന് മനസ്സിലായി പെൺകുട്ടികളുടെ എണ്ണം 4 കൂടുതലാണ്. അപ്പോൾ ആൺകുട്ടികളുടെ എണ്ണം നമ്പർ ഓഫ് ബോയ്സ്, ആൺകുട്ടികളുടെ എണ്ണം x എന്ന് എടുത്താൽ പെൺകുട്ടികളുടെ എണ്ണം എത്ര? 4 കൂടുതലാണ്. x+4 എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ ആദ്യത്തെ ഇത്രയും വരിയിലൂടെ നമുക്ക് അത്രയും പറയാം. വൺ ഡേ, ഒരു ദിവസം, ഓൺലി 8 ബോയ്സ് വെയർ ആബ്സെന്റ്, 8 ആൺകുട്ടികൾ വന്നില്ല. അപ്പോൾ 8 ആൺകുട്ടികൾ വന്നില്ല. അപ്പോൾ ആൺകുട്ടികളുടെ എണ്ണം x ആയിരുന്നു. 8 പേര് വന്നില്ല മീൻസ് x-8. ഓക്കെയാണ്. 8 ആൺകുട്ടികൾ വരാത്ത ദിവസം എന്താ നോക്കുക, ദ നമ്പർ ഓഫ് ഗേൾസ് വാസ് ട്വൈസ് ദ നമ്പർ ഓഫ് ബോയ്സ്. ഈ 8 ആൺകുട്ടികൾ വരാത്ത ദിവസം ദ നമ്പർ ഓഫ് ഗേൾസ് എത്ര? പെൺകുട്ടികളുടെ എണ്ണം എത്ര? x+4 അല്ലേ? ഈ പെൺകുട്ടികളുടെ എണ്ണം എന്ന് പറയുന്നത് എന്തിന് തുല്യമായി? ഈ ആൺകുട്ടികളുടെ എണ്ണം, 8 ആൺകുട്ടികൾ വരാത്ത ദിവസം ഉണ്ടല്ലോ, ആ ആൺകുട്ടികളുടെ എണ്ണത്തിൻ്റെ ഡബിളാണ് അല്ലെങ്കിൽ ട്വൈസ് ആണ് എന്നാണ് പറഞ്ഞത്. 2 × x-8. ശ്രദ്ധിക്കുക, ആൺകുട്ടികളുടെ 2 മടങ്ങ് പെൺകുട്ടികളായി കണ്ട. ആൺകുട്ടികളുടെ എണ്ണം x-8 വരാത്ത ദിവസം, അതിൻ്റെ 2 മടങ്ങ് മീൻസ് 2 × x-8. അപ്പോൾ ഇനി അടുത്ത സ്റ്റെപ്പ് 2x ആയിട്ട് ഗുണിക്കുക. 2x മൈനസ് 2 8 ഗുണിച്ച് എന്ത് കിട്ടി? 16 സമം എന്ത് വന്നു? x+4. ഇനി നോക്കുക, 2x - 16. ഇനി x ഒരേ സൈഡിൽ വരണം. അപ്പോൾ എന്താ? ഇവിടെ 2x ഉണ്ട്. ഈ എക്സിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നാൽ -x ആയി. ഇവിടെ 4 ഉണ്ടായിരുന്നു. ഈ -16 ഇപ്പുറത്തോട്ട് വന്നപ്പോൾ എന്തായി? +16. കണ്ടോ? x ഇങ്ങോട്ട് വന്നപ്പോൾ -x. -16 അപ്പുറത്തോട്ട് പോയപ്പോൾ +16. 2x നിന്ന് എത്ര x കുറയ്ക്കാനാണ്? 1x. 2x നിന്ന് 1x കുറച്ചാൽ x സമം 20 എന്ന് കിട്ടി. x 20 മീൻസ് എന്താ? നമ്പർ ഓഫ് ബോയ്സ് എന്ത് കിട്ടി? 20 എന്ന് കിട്ടി. അതോടൊപ്പം നമ്പർ ഓഫ് ഗേൾസ് എന്ന് പറഞ്ഞത് 20 + 4 എന്ന് എഴുതുക. അപ്പോൾ എത്ര ഗേൾസ് ഉണ്ട്? 24 ഗേൾസ് ഉണ്ടായിരുന്നു. അതാണ് നമ്മുടെ ഈ ചോദ്യത്തിൻ്റെ കണ്ടുപിടിക്കേണ്ട ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസാണ് ന്യൂജൻ മാത്ത് എന്ന ഈ ചാനൽ വരുന്നത്. ബാക്കി ചോദ്യങ്ങളുമായി മറ്റൊരു ക്ലാസ്സിൽ കാണാം.